സഫാരി ആയിട്ട് 2 കസേരയൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കണം. അയ്യോ വെയിൽ കണ്ണിലടിച്ചിട്ട്. ഉണ്ണി ഇടയ്ക്ക് നോക്കിയേ. ഹായ്. ശരി പാവ ഞാൻ കയറ്റി വെക്കടി. വേണ്ട ഉണ്ണിയോടെ ടോണി ഉണ്ണിക്ക് നിഴൽ വരുത്താൻ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുക. ടോണി ഏത് നിമിഷം കുഴഞ്ഞു വീഴും. അപ്പുറത്ത് ഉണ്ണീടാ തരുവാടാ. ഇവിടെ കണ്ടാ ഇട്ടത്. ആ ഏരിയയാണ് ഇപ്പോൾ ഈ സെറ്റപ്പ് ആക്കിയേക്കണം. ഈ കടയുടെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇട്ടത്. അവിടെ ആയിട്ട് ആ കുപ്പി വെച്ചേക്കണതിൻ്റെ അടുത്തല്ലേ. അന്ന് ആ കുപ്പി ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു ആദ്യം വണ്ടി. ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയത്. ഒപ്പം അവിടുത്തെ പൊടി മുഴുവൻ ഉണ്ണി കൂത്തെടുത്തിട്ടുണ്ട്. ഇനി ആർക്കും വേണമെങ്കിലും ഇരിക്കാം. ഹലോ ഗൈസ്. അതെന്തോന്നറിയോ ശരിക്കും? അത് ഹാർട്ടാട്ടോ ചേട്ടാ. പട്ടി നാപ്പാക്കിതാ. ഇവ സ്നേഹമുള്ളതാണ്. ഇനി മുന്നോട്ട് ഉണ്ണി നീ സ്നേഹമുള്ളവനാടാ. ഉണ്ണി കൂടെ ഡ്രോയിങ്ങിന് ഉണ്ണിക്ക് മത്സരം ഉണ്ട് കേട്ടോ. 25 രൂപ. മടിയിലൊന്നും കൊച്ചിരിക്കൊന്നുമില്ല ആ പിള്ളേരോട്. നമ്മുടെ അടുത്ത് തന്നെ സംഭവം. ഓ ഫോട്ടോഗ്രാഫി അമ്മൂൻ്റെ മോഡലാണ് ഡ്രോൺ. പറഞ്ഞോ അങ്ങനെ. ഉണ്ണി വാട്ട് ഈസ് മൈ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? പറഞ്ഞോ. പുരോഗതിയുണ്ട്. അടിപൊളി ആടെ. നോക്കാനൊന്നും ഇല്ല. നീ ധൈര്യമായിട്ടും കിട്ടുമോ? എടാ ഫോട്ടോ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല ടോണി. ഉറക്കത്തിൻ്റെ ഒന്നും അല്ലടാ, ഇത് ഒറിജിനലാ. കണ്ടടുത്ത് നോക്കി. ആ ശരിയാ, അത് ഉറക്കത്തിൻ്റെ. ഉറക്കം കൂടുതലാകണ്ട.
സോണി എടാ ഉണ്ണി അത്രയും വില പിടിച്ച സാധനം നീ കളഞ്ഞോ? എടി കളയണ്ട, നക്കിക്കോ. ഇവിടെ എന്തോ ഒരു സാധനം ചാടിയപ്പോൾ ഇതേവോളം മുട്ടൻ സാധനമായിരുന്നു. മലമ്പുളവനാന്ന് തോന്നുന്നു. ടോണി നീ എന്താ ഈ വെള്ളത്തിലേക്ക് നോക്കി ആലോചിക്കണത്? ടോണി ഉണ്ണിക്കൂട്ടൻ ഹാമർ ഹെഡ് ഷാർക്ക് കാണിച്ചാടാ. എടാ ഹാമർ ഹെഡ് ഷാർക്കിൻ്റെ ബേബിയാടാ അത്. ഉണ്ണിക്കൂട്ടനെ താഴെ ഇട്ടോ. പേടിക്കുന്നതല്ലേ. ആ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഉണ്ണിയുടെ എൻ്റെ കല്യാണം ഒരു വന്നത് ഒരു പന്തല്ലോ. എനിക്ക് തോന്നണ്ട. അവൻ പറയാണ് ഇവർക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്ത് കൊടുത്തായിരുന്നു. ഓപ്പൺ അവൻ ഓൾറെഡി ESI ഉണ്ടല്ലോ. കണ്ട് 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 എനിക്ക് നല്ല പൊട്ട് കുത്തിയത്. ഈ പൊട്ട് കുത്തിയതല്ലേ, മുറിഞ്ഞു കാണോ അത്? പിന്നെ എറിഞ്ഞാണോടാ ആരേലും? ഗ്ലാസ് കയറണേ. വെള്ളം എടുത്തോ ഒരു കുപ്പി. എന്താ കാട്ടി? കിട്ടിയോ? ഇല്ല, ഇടയ്ക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്തു. ആ ഇവിടെ വൃത്തിയാക്കി. ഈ അമ്മ എങ്ങനെയായിരുന്നു? അതെ അതെ, ഇതിലേന്ന് പറഞ്ഞിട്ട് അതിലാണല്ലോ. ഉണ്ടല്ലേ ഇപ്പോഴുണ്ടോ?
അതിപ്പോ എടുക്കത്തില്ല ഉണ്ണിക്കുട്ടാ. അടച്ചിട്ടേക്കുന്നുണ്ടോ അത്? ഒന്ന് വേഗം വരണ്ടേ? ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കുക. ആ, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടായിരുന്നു. ഒന്ന് സിമെന്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതും എടുത്തിട്ടുണ്ട്. കുടിച്ചോ? ആ, ഉറക്കം വന്നിട്ടാ. ആ, വെറുതെ അല്ല നീ കിറങ്ങി സംസാരിക്കുന്നത്. ഉണ്ണി ഏയ് വെക്കുന്നു. ഉണ്ണീനെ നടത്ത്. ജയചന്ദ്ക്ക് വെള്ളത്തിൽ പോവല്ല, നേരെ കിടക്കുക. അയാൾ കിട്ടിയിട്ടുണ്ട്. നല്ല കായലും കൈകളുള്ള ഒരു ഭീകര സത്വം. വരുവാ ഉണ്ണിക്കോട്ടാ. ആലപ്പുഴയ്ക്ക് പോവാം. ഇരുന്നോ, ഉണ്ണിയെ കിട്ടത്തില്ല. മുന്നിടുന്നുണ്ടോ? പൈസയാണോ ഇത്? എനിക്ക് വെള്ളത്തിൽ ചാടാൻ പറ്റത്തില്ല.
അമ്മു ശരണി ഇതോടെ പാമ്പൊക്കെ ഒളിച്ചിരിക്കുക ഉണ്ണി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുക ഒരു മോള് മുകളിൽ കൂടി സമയത്ത് സുധീർ സുനിയൊക്കെ ഞങ്ങളോട് പറഞ്ഞ കല്ലമ്മ കള്ളിന്ന് എഴുതി വെക്കാനേ. അപ്പൊ അങ്ങനെ എഴുതി വെക്കാം. അപ്പൊ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ അവർക്ക് അവർ മീൻ പിടിക്കാനാണ് കിട്ടിയില്ല അത് മെനക്ക് കിട്ടിയില്ല. മരത്തിൻ്റെ ചുറ്റുമാണ് അവിടെ വരെ നമ്മള് പോയത് ഓർക്കുന്നുണ്ടോ? ഉണ്ട് 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 ഉണ്ട്. പക്ഷെ അത് ഇത്ര കാണില്ലായിരുന്നേ. ഹായ് പറ. വെയിപ്പ് എന്തെങ്കിലും ചോദിക്കും. ബോട്ടിൽ ചേട്ടൻ വരുമ്പോൾ എല്ലാം കൂടെ തിരിച്ചോന്ന് ചോദിച്ചാൽ മുയില്. രണ്ട് പല്ല്. ഇത് കുലുങ്ങുന്നുണ്ടല്ലോ മണം അറിയോ? മഴ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ടാറ്റ കാണിക്കും ഉണ്ണി ചേട്ടൻ പറഞ്ഞ ടാറ്റ കാണിക്കും ഉണ്ണിക്കുട്ടൻ ടാറ്റ കിട്ടിയല്ലോ. അതൊക്കെ നമ്മുടെ പ്ലാനിലുണ്ട്. കയാക്ക് അയ്യോ അത് ഹാമഹെഡിൻ്റെ ചൂടാണോ അത് നീണ്ടു കാണുന്നത് കൊമ്പ് കൊമ്പ് നാർവാലത് നാർവാൽ. ഞങ്ങൾ മരത്തിൻ്റെ അവിടെ വരെ പോകണം അവിടെ നിന്ന് ഏതോ ഒരു സൗണ്ട് കേട്ടല്ലോ അവിടെ നിന്ന്. എത്രയൊക്കെ ആയാലും ഈ ശാപം മാത്രം മാറിയല്ല. വേസ്റ്റ്. നല്ല രസമാണ് ഇവിടുത്തെ സൗണ്ടുകളൊക്കെ കേൾക്കാൻ. ബായ്. കല്ലറയിലെ പള്ളിയാണ്. അതിന് മുമ്പിൽ കൂടെ നമ്മൾ ഇഷ്ടം പോലെ വണ്ടിക്ക് പോയിട്ടുണ്ട്. നല്ല ദൂരമുണ്ട് അതെ ദൂരമുണ്ട് ദൂരമുണ്ട്. ആ അതെ അതെ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിക്കുകയാണ്. കാന്താരക്കടവിൽ നിന്ന് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഉണ്ണി വാടാ വാ. അപ്പോൾ ഓക്കെ ബൈസ് ഓക്കെ ഗൈസ് എന്ന് പറയണം ഉണ്ണി. ഓക്കെ ഗൈസ് പിന്നെ കാണാമെന്ന് പറ. അതെ അതെ ആ പുറത്തേക്ക് ചാടിയിരിക്കുന്ന കമ്പേ തട്ടുമ്പോഴത്തേക്ക് ഉള്ളിൽ കൂടെ എന്താ പാമ്പ് ഇടണ പോലെ തോന്നും.
ആ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മൂമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? ആ സാരി വെള്ളത്തിൽ വന്നതെന്ന് അവൻ പറഞ്ഞു. നമ്മൾ മുമ്പ് പറയുന്ന കേട്ടിട്ട് പറയുന്നതാ. അമ്മേനെ കൊണ്ട് വന്നായിരുന്നു. ഞങ്ങൾ അവിടെ കടയുണ്ടായിരുന്നു. നമ്മൾ കപ്പ ബിരിയാണിയൊക്കെ തിന്നു, ദോശയോ. ആ നല്ല കടയായിരുന്നു, അത് കൂട്ടി പോയി. മഴക്കാലമായോണ്ടായിരിക്കും അല്ലേ. ആ തട്ടി വീണേ. ആ ഇപ്പോഴും ഉണ്ടല്ലേ താറാവ് അവിടെ. ഒരുപാട് വേണ്ട പോയേക്കാം, നേരെ പോ. ഇവനെ പോലെയാ നമ്മളെല്ലാവരും എന്നാണ് ഇവൻ്റെ വിചാരം. ആ അങ്ങനെയൊക്കെ പോ. ഓക്കെ. അയ്യോ എൻ്റെ സൗണ്ട് കേട്ടോ. അതിന്റെ സൗണ്ട് വെച്ചേ, അങ്ങനെ വെച്ചേ. വെച്ചേ സൗണ്ട്. ആ മതി. തൊണ്ട കയറി. അവൻ കറിഞ്ഞാണല്ലോ പോളെ. വലിയ കൊക്ക്, വലിയ കൊക്ക്. എന്നാ പോവാം. എന്താ അഴുക്കുള്ള ഇതാണ് ഈ വെള്ളം വീഴുന്നത്. അവരതൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അതെ അതെ. പക്ഷെ അവർക്ക് അതിനോടുള്ള അഡാപ്റ്റേഷൻ ആയിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്ത് എടുത്താൽ മതിയായിരിക്കും. ഇതല്ലേ ഇവൻ വിദേശിയാന്ന് തോന്നുന്നു. അല്ലല്ല. ഇതെല്ലാം സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്.